ക്രൂശിൽ നിന്ന് ഇറക്കിയ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒരു ശവക്കച്ചയിൽ പൊതിഞ്ഞ് പുതിയൊരു കല്ലറയിൽ വെച്ചുവെന്ന് ബൈബിൾ പറയുന്നു. പിന്നീട് മൂന്നാം ദിവസം ഈ ശിഷ്യന്മാർ യോഹന്നാനും അതുപോലെ തന്നെ പത്രോസും അവിടെ എത്തി. രാവിലെ എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ യോഹന്നാൻ നോക്കുമ്പോൾ അവിടെ മൃതദേഹമില്ല. പത്രോസ് ഇറങ്ങി നോക്കി. അപ്പോൾ മൃതദേഹത്തിൻ്റെ തല മൂടിയിരുന്ന തുണി ഒരു ഭാഗത്തും പിന്നെ ശരീരം മൂടിയിരുന്ന തുണി വേറൊരു ഭാഗത്തുമായിട്ട് കിടക്കുന്നത് കണ്ടു. ഇത് ഈ സുവിശേഷത്തിൽ തന്നെ പറയുന്നതാണ്. ഇന്ന് പള്ളികളിലൊക്കെ വായിച്ച സുവിശേഷ ഭാഗത്തിൽ അത് ഉള്ളതുമാണ്. അപ്പോൾ ആ ശവക്കച്ച അതാണ് ആ ശവക്കച്ച തന്നെയാണ് ഇറ്റലിയിലെ ടൂറിനിൽ ദ ഷ്രൗഡ് ഓഫ് ടൂറിനിലെ ശവക്കച്ച എന്ന പേരിൽ പ്രസിദ്ധമായ ആ തുണിക്ക് തുണി എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ തുണിയിൽ യേശുവിൻ്റെ മുഖവും ശരീരവും ഒക്കെ പതിഞ്ഞിരിക്കുന്നു, ഒരു നെഗറ്റീവായിട്ട് പതിഞ്ഞിരിക്കുന്നു. ആ തുണിയുടെ ഫോട്ടോ 1892 അന്ന് മറ്റോ എടുത്തപ്പോൾ അന്ന് കളർ പ്രിൻ്റ് ഇല്ല. നെഗറ്റീവ് എടുത്തപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ് എടുത്തപ്പോൾ ആ നെഗറ്റീവിൽ ആ മുഖവും ശരീരവും എല്ലാം തെളിഞ്ഞു വന്നു. അപ്പോൾ ഇത് റേഡിയോ ആക്റ്റീവ് ശക്തി കൊണ്ടോ എന്തോ യേശുവിൻ്റെ ശരീരം അതുപോലെ തന്നെ ആ വസ്ത്രത്തിൽ പതിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ കത്തോലിക്കാ സഭ അത് അംഗീകരിക്കുകയോ അത് നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആ രീതിയിലാണത് പോകുന്നത്. എങ്ങനെയായാലും ഇത് യേശുവിനെ പൊതിഞ്ഞ ശവക്കച്ചയാണെന്നുള്ള ഒരു പൊതുധാരണയുണ്ട് ഇപ്പോഴും. പക്ഷേ അത് ശരിയല്ല എന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. ശാസ്ത്രലോകം കൃത്യമായിട്ട് പറയുന്നില്ല, എന്നാൽ കൂടി അതിന് എതിരായ തെളിവുകൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൽ കണ്ടെത്തിയ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻവെസ്റ്റിഗേഷനിൽ അത് വത്തിക്കാൻ ന്യൂസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പുതിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിലെ തുണി 38% ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിൽ കണ്ടിരിക്കുന്ന DNA ഒരുപക്ഷെ അതിലുപയോഗിച്ചിരിക്കുന്ന യാൺ, അതായത് തുണി നെയ്യുന്നതിന് ഉപയോഗിച്ച ആ നൂല് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് വന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ തുണി തന്നെ മൊത്തമായിട്ട് വന്നിരുന്നതാകാം. ഇന്ത്യയിൽ നിന്നും നിയർ ഈസ്റ്റിൽ നിന്നും, അതായത് ആ ഡ്രൂസ് എന്നൊക്കെ പറയുന്ന ആ യഹൂദരുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ ഭാഗങ്ങളിൽ നിന്ന്, അതാണ് 55%. ബാക്കി 38% ഇന്ത്യയിൽ നിന്ന് വരുന്നത്. യൂറോപ്പിൽ നിന്നൊരു 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇന്ത്യൻ കണക്ഷൻ വളരെ സുപ്രധാനമായിട്ട് പറയുന്നു. അപ്പോൾ ഈ ഷ്രൗഡ് എന്നുള്ള പേര് തന്നെ ഇന്ത്യ ഈ സിൻഡോൺ, അതായത് ഇൻഡസ് വാലി ആ ഭാഗത്തു നിന്ന് വരുന്ന അതിനാണ് സിൻഡോൺ എന്ന് പറഞ്ഞിരുന്നത്. ആ ഷ്രൗഡ് തന്നെ ആ സിൻഡോണിൻ്റെ മറ്റൊരു ഭാഗമാണ്. അത് വേറൊരു രീതിയിൽ വന്നതാണ് ഷ്രൗഡ് എന്നുള്ള വാക്ക് തന്നെ എന്നും പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഷ്രൗഡിന് ഇന്ത്യൻ ബന്ധം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ത്യയിൽ നിന്ന് പോയ തുണിയാണ്, ഇന്ത്യയിൽ നിന്ന് പോയ യാണാകാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ നെയ്തതാകാം, അല്ലെങ്കിൽ ഇന്ത്യക്കാരത് കൈകാര്യം ചെയ്തതാകാം. എങ്ങനെയാണെന്നറിയില്ല. അതിൻ്റെ DNA കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പഴയ കാര്യമാണ്. ഇനി തുണിയെപ്പറ്റി പറയുന്നത്, അപ്പോൾ ഈ തിയറി നമുക്കറിയാം കാൽവിൻ മറ്റൊരു ഈ ലൂതറിന് ശേഷം ഉണ്ടായൊരു പരിഷ്കർത്താവാണ്. പുതിയൊരു സഭ സ്ഥാപിച്ചത് കാൽവിനിസം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ശരിയാകാൻ വഴിയില്ല. കാരണം ഈ ക്രിസ്തുവിൻ്റെ മുഖവും ശരീരവും ഈ ശവക്കച്ചയിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റേതാണെങ്കിൽ ആ മുഖം എങ്ങനെ പതിഞ്ഞു? കാരണം എന്താണെന്ന് വെച്ചാൽ മുഖം വേറൊരു തുണി കൊണ്ടാണ് പൊതിഞ്ഞിരുന്നത്. അത് ഒരു ഭാഗത്ത് കിടക്കുന്നത് കണ്ടു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മറ്റേ ബാക്കി ഭാഗം പൊതിഞ്ഞ തുണി വേറൊരു ഭാഗത്ത് കിടക്കുന്നുവെന്ന്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പിന്നെ ആ ശവക്കച്ചയിൽ നീളത്തിലുള്ള 14 അടിയോ മറ്റോ ഉണ്ട്. ആ ശവക്കച്ചയിൽ എങ്ങനെ മുഖം പതിഞ്ഞു? കാരണം മുഖം വേറൊരു തുണി കൊണ്ടാണ് പതിഞ്ഞത്. അപ്പോൾ ഇത് ഫേക്കാണെന്നുള്ള രീതിയിലാണ് കാൽവിൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതും പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 400-500 വർഷം മുമ്പത്തെ കാര്യമാണ്. പക്ഷേ എങ്ങനെയായാലും ഇത് തലമുറകളായിട്ട് ആളുകൾ ഇത് ക്രിസ്തുവിനെ പൊതിഞ്ഞിരുന്ന ശവക്കച്ച തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു. അപ്പോൾ ഇത് കണ്ടെത്തുന്നത് 1354 ഈ ശവക്കച്ച പൊങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ ജനശ്രദ്ധയിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളെല്ലാം വരുന്നത് 1354 മുതലുള്ള ചരിത്രമാണ് നമുക്കറിയാവുന്നത്. അതിനുശേഷം അതിന് കേടുപാടുകളുണ്ടായി, തീപിടുത്തത്തിലും മറ്റും കേടുപാടുകളുണ്ടായി. അത് ആ ഭാഗമെല്ലാം വീണ്ടും തുന്നിച്ചേർക്കുകയൊക്കെ ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള ചരിത്രം മൊത്തം ഉണ്ട്. അതിന് മുമ്പത്തെ ചരിത്രം വ്യക്തമല്ല. എങ്ങനെയായാലും ആ തുണിയിൽ ഇങ്ങനെ ഒരു ഇമേജ്, ഒരു രൂപം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് ക്രിസ്തുവിൻ്റെ ക്ഷതങ്ങളും ക്രിസ്തുവിനെ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളും അതിൻ്റെ എല്ലാം പാടുകൾ ആ രൂപത്തെ അത് വളരെ കൃത്യമായിട്ട് ഈ
ഈ തുണിയിൽ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഉണ്ടാവണമെങ്കിൽ അതൊരു കള്ളത്തരമായിരിക്കില്ല, നേരെ മറിച്ച് ഇതൊരു ഒരുതരം പെയിൻറ്റിംഗ് ആണെന്ന് പറഞ്ഞൊരു പിന്നെ അങ്ങനെയും ഒരു തിയറി ഉണ്ടായിരുന്നു. അങ്ങനെയും ചില ഗവേഷകർ അങ്ങനെയും പറയുകയുണ്ടായി. എങ്ങനെയായിരുന്നാലും ഇത് ഇപ്പോഴും ഈ ടൂറിനിലെ കത്തീഡ്രലിൽ അത് വണക്കത്തിനായി വെച്ചിരിക്കുന്നു. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഏതാണ്ട് 10 തവണയോ മറ്റോ അത് പൊതുജനങ്ങളെ കാണിക്കുകയുണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്ത് കടിച്ചതായിട്ട് പിന്നെ തോന്നുന്നില്ല. എങ്ങനെയായാലും ഈ തിയറി നിലനിൽക്കുന്നു, ഇത് ക്രിസ്തുവിനെ പൊതിഞ്ഞ ശവക്കച്ചയാണെന്ന്. പക്ഷേ അതിലിപ്പം നമ്മളെ സംബന്ധിച്ചോളം പ്രധാനം അതിൽ 38% DNA അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ആ തുണി തന്നെ ഇന്ത്യയിൽ നിന്നാകാനാണ് വളരെ ഏറെ സാധ്യത. ഇന്ത്യയിൽ നിന്ന് ആ കാലത്ത് പിന്നെ ഈ ജെറുസലേമുമായിട്ട് കച്ചവടവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചരിത്രപരമായിട്ടുള്ള രേഖകൾ തന്നെയുണ്ട്. അന്ന് ജെറുസലേമിലെ മഹാപുരോഹിതൻ ഉപയോഗിച്ചിരുന്ന തുണി പിന്നെ മേലങ്കി അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ലിനൻ ആണെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ലിനൻ തന്നെയാണ്, ലിനൻ വസ്ത്രത്തിലാണ് ഇത് പൊതിഞ്ഞിരിക്കുന്ന ശവക്കച്ച പിന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു ഭാഗം വരുമ്പോൾ മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ നൂലുകൾ കൊണ്ട് നെയ്തതാകാം. എങ്ങനെയായാലും ഒരു ഇന്ത്യ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായ ഒരു കാര്യം. അപ്പോൾ ഇതിനോടുകൂടി ചേർത്തൊന്ന് വായിക്കേണ്ടത് പിന്നെ കുരിശിൽ തറച്ച ക്രിസ്തു പിന്നീട് അവിടുന്ന് രക്ഷപ്പെട്ട് കാശ്മീരിൽ വന്നു. കാശ്മീരിലാണ് അദ്ദേഹം മരിച്ചത്. അവിടെ കാശ്മീരിൽ ക്രിസ്തുവിൻ്റെ പേരിലൊരു ശവകുടീരം കൂടി ഉണ്ടെന്നാണ് പറയുന്നതല്ല, അങ്ങനെ ഉണ്ട്. അതിനുശേഷം പിന്നീട് ഏതോ ഒരു മുസ്ലിം ദിവ്യൻ്റെ ശവകുടീരവും അവിടെ ഉണ്ട് എന്ന്. നമ്മളാരും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയും കഥകളൊക്കെ ഉണ്ട്. പക്ഷേ കഥകൾക്കിടയിലും ഇത് ഒരു ശാസ്ത്ര സത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നു. അത് വത്തിക്കാൻ ന്യൂസും അത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രബന്ധം താമസിയാതെ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു. എന്തായാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു കാര്യം തന്നെ.